പഞ്ചാരക്കൊല്ലിയിൽ ചത്ത കടുവയുടെ വയറ്റിൽ നിന്നും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മുടി, കമ്മൽ, വസ്ത്രാവശിഷ്ടം എന്നിവ കണ്ടെത്തി. കഴുത്തിനേറ്റ 4 മുറിവുകളാണ് കടുവയുടെ മരണകാരണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് കൃഷ്ണ പറഞ്ഞു. മുറിവിനൊപ്പം കടുവയുടെ നട്ടെല്ലും തകർന്നു. നരഭോജി കടുവ കർണാടക ഡാറ്റാബേസിൽ ഉൾപ്പെട്ടതെന്നാണ് സൂചന. കടുവയുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊല്ലപ്പെട്ട രാധയുടെ മുടി, കമ്മൽ, വസ്ത്രാവശിഷ്ടം എന്നിവ കടുവയുടെ വയറ്റിൽ നിന്നും കണ്ടെത്തിയത്. ആന്തരിക അവയവങ്ങളിലെ പരിശോധനയിൽ പല രോഗങ്ങളുമുണ്ടെന്ന് കണ്ടെത്തി. 2 ആഴ്ചയിലധികം പഴക്കമുള്ള ആഴത്തിലുള്ള മുറിവുകൾ മരണകാരണമായി. കഴിഞ്ഞ ദിവസം RRT സംഘത്തെ ആക്രമിച്ച ശേഷം കടുവ കാടുകയറി. അവിടെ വെച്ച് മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടിയെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണ പറഞ്ഞു. വസ്ത്രത്തിന്റെ അവശിഷ്ടമുണ്ട്, മുടി കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ഒരു 2 ഇയർ റിംഗ് കിട്ടിയിട്ടുണ്ട്. കടുവയ്ക്ക് 5 മുതൽ 7 വയസ്സുവരെ പ്രായമെന്നാണ് നിഗമനം. 3 നാൾ പഞ്ചാരക്കൊല്ലിയെ വിറപ്പിച്ച കടുവയെ കൺമുന്നിൽ കിട്ടിയാൽ വെടിവെച്ച് കൊല്ലാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വനം വകുപ്പ് സംഘം. ഇതിനിടയിലാണ് പുലർച്ചെ 2 മണിയോടെ പിലാക്കാവിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. കടുവയെ രാത്രി വെടിവെക്കുന്നത് സുരക്ഷിതമാകില്ലെന്ന വിലയിരുത്തലിൽ ആ പ്രദേശം വളഞ്ഞ് പുലർച്ചെ വരെ കാത്തിരുന്നു. എന്നാൽ 7:30യോടെ കടുവയുടെ ജഡം പിലാക്കാവിലെ ജോർജിന്റെ വീടിന് സമീപം കണ്ടെത്തി. കഴുത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്ന് അപ്പോഴേ ഉറപ്പിച്ചിരുന്നു. മുറിവുകൾ പലതും പഴക്കമുള്ളതുമാണ്. കടുവയെ പിടിക്കാത്തതിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. അമൃത ന്യൂസ്, വയനാട്.